അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ജാസ്മ ഗോർമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റിയായ ടേസ്റ്റി കാട ചട്ടിച്ചോറാണ്. ഇത് നെയ്ച്ചോറും കാട പൊരിച്ചതും പരിപ്പ് കറിയും കൂടി ഒഴിച്ച് ചട്ടിയിൽ വാഴയില വെച്ച് ദമ്മാക്കിയ ഒരു നല്ല ടേസ്റ്റി ചട്ടിച്ചോറാണ്. നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ചിക്കനിലും ബീഫിലും ഫിഷിലും മട്ടനിലൊക്കെ അല്ലേ. ഇതിൻ്റെ ചേരുവകളൊക്കെ ഞാനിവിടെ കാണിക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ സൈസിലുള്ള കാട, കാശ്മീർ ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, കറിവേപ്പില, ചെറുനാരങ്ങൻ്റെ നീര്, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് കാട ഫ്രൈ ആക്കാനുള്ള മസാലകൾ തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങൻ്റെ നീര്. എല്ലാം കൂടി ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കാട നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരു ഭാഗം ഫ്രൈ ചെയ്താൽ മറ്റൊരു ഭാഗം മറിച്ചിട്ട് കൊടുക്കണം. കാട ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ കാട ഫ്രൈ റെഡിയായി. ഇനി ഇതിന് വേണ്ട പരിപ്പ് കറി ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ മസൂർ ദാലാണ്. ഇതിലേക്ക് പോലെ കട്ട് ചെയ്ത 1 തക്കാളി, 5 പച്ചമുളക്, 1 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീർ ചില്ലിയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രഷർ കുക്കർ മൂടി വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ 1 കപ്പ് വെള്ളത്തിലിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ആയതിനു ശേഷം നമുക്കിത് പരിപ്പിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. റെഡിയായ പരിപ്പ് കറിയിലേക്ക് കടുക്, കായ് മുളകും കറിവേപ്പിലയും നമുക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം.
അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് വേണ്ട നെയ്ച്ചോറ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ചാനലിൽ കാണിക്കുന്നതാണ്. ചട്ടിച്ചോറ് ദമ്മിന് വെക്കാനുള്ള വാഴയില വാട്ടിയെടുക്കാം. ഞാനിവിടെ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറ് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വാഴയില ഇതുപോലെ കട്ട് ചെയ്ത് ചട്ടിൻ്റെ ഉൾഭാഗം വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാടയും അതിൻ്റെ കക്കവും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നെയ്ച്ചോറ് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച പരിപ്പ് കറിയും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ വാഴയില വെച്ച് നന്നായിട്ട് കൂട്ടിക്കെട്ടുക. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദമ്മിന് വെക്കണം. അടിയിലും മുകളിലും വാഴയില വെച്ചത് കൊണ്ട് ചോറിന് നല്ല മണവും നല്ല സ്വാദും കിട്ടുന്നതാണ്. ഇവിടെ ചട്ടിച്ചോറ് ഇവിടെ ദമ്മായി കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പപ്പടവും നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടോടെ തന്നെ ദമ്മ് പൊട്ടിച്ചിട്ട് നോക്കാം. ചൂടോടെ ഈ പരിപ്പും ചോറും കാട ഫ്രൈയും ഒരു പിടുത്തം പിടിച്ചാൽ പൊളിക്കും. അതിൻ്റെ കൂടെ പപ്പടവും മാങ്ങ അച്ചാറും ഉള്ളി കച്ചമ്പറും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സുകൾക്കെല്ലാം എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.